ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ആകാശത്തിന് കീഴിലെ എത്ര മനോഹരിയായൊരു ഭൂമിയാണ് നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴേലും? കഴിഞ്ഞ ഒരാഴ്ചയിലധികം നീണ്ടു നിന്ന അതികഠിനമായ പനിക്ക് ശേഷം ചെറിയൊരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇതിലിപ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകളെ കൂടുതൽ വലിയ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ഇപ്പം ഞാനിവിടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ നാളുകളായി വീഡിയോ വന്നിട്ട് സുഖമില്ലായിരുന്നു. മറ്റു പല കാരണങ്ങളാൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ മനോഹരമായ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ ചെറിയ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ കാഴ്ചകൾ, ഈ മനോഹാരിത നമ്മൾ ആസ്വദിക്കാൻ മനസ്സ് തുറന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അത് നമുക്ക് യഥേഷ്ടം നമ്മുടെ മുന്നേ ഇങ്ങനെ കാഴ്ചകളായിട്ട് പൂത്തൊലിങ്ങി നിൽക്കുന്ന ആ പ്രത്യേകമായൊരു അനുഭവം, അത് യാത്ര ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നൊരു കാഴ്ചയാണ്. നമ്മളെ തന്നെ സ്വയം മറന്ന് പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്നൊരു മനോഹരമായ ഒരു അനുഭവം നമുക്കവിടെ ഉണ്ടാകും. അതൊക്കെ അനുഭവവേദ്യമാകുന്ന പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പനിയാത്ര അതീവ ഹൃദ്യമായിരുന്നു, മനോഹരമായിരുന്നു. തണുപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണിത്. രാത്രി നല്ല തണുപ്പും പകലും നല്ല ചൂടും. കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം നാട്ടിലാകെ പനി അത്യാവശ്യം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. നമ്മളും ഒട്ടും വിഭിന്നമായൊരു ആളല്ല എന്നതുകൊണ്ട് നമുക്കും ആ പനി കയറി ബാധിക്കുകയുണ്ടായി. എന്തായാലും പനിയുടെ ഒരു ക്രിസ്മസും ന്യൂ ഇയറും കടന്നു പോയപ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെ കിട്ടി. യഥാർത്ഥത്തിൽ പനിയിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും. വിശ്രമത്തിൻ്റെ ഇടയിൽ നല്ല നല്ല ചിന്തകൾ നമുക്കുണ്ടാകും. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും. എന്തായാലും ഈ പനിക്കാലം വളരെ മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറേ നാളായി ഒരു പനിയൊക്കെ വന്ന് ഇരുന്നിട്ട്. എന്തായാലും അത് ഈ പ്രാവശ്യം സാധിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ നദി കണ്ടോ, ഈ നദിയുടെ ഈ കരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നദിയിൽ വെള്ളം വളരെ കുറവാണ്. വനത്തിന് നടുക്കൂടി ഒഴുകുന്ന നദിയാണ്. ഇരു സൈഡിലും കൊടും വനമാണ്. അങ്ങോട്ടും അവിടെയെല്ലാം ആനകൾ ഇറങ്ങി വന്ന് കുളിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നദിയാണ്. ആനകളുടെ സ്വന്തം നദിയാണിത്. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ കാഴ്ചകളും ഈ നദിയിലൊക്കെ ഇറങ്ങി തകർക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഞാനതൊക്കെ നിന്ന് കണ്ടിട്ട് ഈ നദിയുടെ ഒരു ഒത്ത നടുക്കായിട്ട് വരെ എത്തിയിട്ട് നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ചെറുകെ തിരിച്ചു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നദിയുടെ ഒരറ്റത്ത് വലിയൊരു ടൂറിസം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ തണ്ണിത്തോട് കൊട്ടവഞ്ചി സവാരി നടക്കുന്ന ആ നദിയുടെ താഴ്ഭാഗമാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കാനും കൂടെ മറക്കല്ലേ. Okay, bye.